സർ, ഞങ്ങൾക്ക് നേരെ ഇത്രയധികം ബ്രഹ്മോസ് മിസൈലുകൾ അയച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് തൃപ്തിയായി കാണും. ഇനി നമുക്കിത് അവസാനിപ്പിക്കാം. ഈ വാക്കുകൾ ആര് പറഞ്ഞതെന്നറിയാമോ? പാകിസ്ഥാന്റെ DGMO മേജർ ജനറൽ കാശിഫ് അബ്ദുള്ള പറഞ്ഞ വാക്കുകളാണിത്. ഇപ്പൊ എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്നല്ലേ, ഒരുപാട് പേര് അറിഞ്ഞു കാണും. ഒരു ഡോക്യുമെന്ററി വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്ഥാപനമായിട്ടുള്ള ഡിസ്കവറി പുറത്തുവിട്ട ഡോക്യുമെന്ററിയാണ്. ആ ഡോക്യുമെന്ററി എന്തിനെ കുറിച്ചാണെന്നറിയാമോ? നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ രോമാഞ്ചം തോന്നിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ 2 ഭാഗങ്ങളായിട്ട് വന്ന ഡോക്യുമെന്ററിയിൽ ഉണ്ട് കേട്ടോ. കഴിയുന്നവർ ഉറപ്പായിട്ടും കാണണം. ഇന്ത്യയുടെ 5 വിമാനം തകർത്തു, 10 വിമാനം തകർത്തു, ഇന്ത്യക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ കേരളത്തിലടക്കം ഇരുന്ന് വാ തോരാതെ നികൃഷ്ടമായി വിളിച്ചു പറഞ്ഞവരടക്കം കാണേണ്ട ഒരു ഡോക്യുമെന്ററിയാണത്. 2025 മെയ്യിലെ ഇന്ത്യ പാക് സംഘർഷം 71 മണിക്കൂറിലധികം പിന്നിട്ടപ്പോൾ പാകിസ്ഥാൻ ഒരു അബദ്ധം കാണിച്ചു. ഡൽഹി ലക്ഷ്യമാക്കിയിട്ട് ഒരു ഹൈസ്പീഡ് മിസൈൽ അയക്കുകയാണ് അവർ ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ തിരിച്ചടിക്ക് വഴിയൊരുക്കിയതായിരുന്നു ആ സംഭവം. ഇതിനെക്കുറിച്ച് ഡോക്യുമെന്ററിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഡിസ്കവറിയുടെ ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഡോക്യുമെന്ററിയിൽ ദേശീയ സുരക്ഷാ വിശകലന വിദഗ്ധൻ നിതിൻ ഗോഖലെയാണ് ഈ വിവരങ്ങൾ തുറന്നു പറഞ്ഞത്. മെയ് 10 പുലർച്ചെ 1:30 ഹരിയാനയിലെ സിർസയ്ക്ക് മുകളിൽ വച്ച് ഒരു മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് തടഞ്ഞു. ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ അയച്ച മിസൈലായിരുന്നു അത്. ഓഗസ്റ്റ് 15 രാത്രി 9 മണിക്ക് റിലീസ് ചെയ്ത ഈ ഡോക്യുമെന്ററി ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ വിശദമായ ചിത്രമാണ് നൽകുന്നത്. പുലർച്ചെ 1:30-നും 1:45-നും ഇടയിൽ പാകിസ്ഥാൻ ഡൽഹി ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ഹൈസ്പീഡ് മിസൈൽ ഹരിയാനയിലെ സിർസയിൽ വച്ച് ഇന്ത്യ തടഞ്ഞു. മെയ് 10 പുലർച്ചെ 1:30 ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങൾ, കരസേന വെടിമരുന്ന് ഡിപ്പോകൾ, വിമാനത്താവളങ്ങൾ, മിലിറ്ററി കന്റോൺമെന്റുകൾ എന്നിവയ്ക്ക് നേരെ മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പാകിസ്ഥാൻ ശക്തമായ ആക്രമണം നടത്താൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യ ഇതിനെല്ലാം തന്നെ ഫലപ്രദമായിട്ട് തടഞ്ഞു. മാത്രമല്ല, പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യം പോലും വിജയം കണ്ടില്ല. മിസൈലുകളിൽ ഒന്നിന്റെ ലക്ഷ്യം ഡൽഹി ആയിരുന്നു. അതിനെയും നമ്മൾ ശക്തമായും പ്രതിരോധിച്ചു. സിർസയിലെ പാടത്തു നിന്നും തടയപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. മെയ് 10 ഇതാണ് ഇന്ത്യക്കാർ കാണുന്നത്. സിർസയിൽ സ്ഥാപിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ബരാക് 8 ഉപരിതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഈ ഭീഷണിയെ ഇന്ത്യ നിർവീര്യമാക്കിയത്. നമ്മുടെ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണമാണ് ഇന്ത്യയുടെ അന്തിമ പ്രത്യാക്രമണത്തിന് തിരികൊളുത്തിയത്. ഈ ഘട്ടത്തിൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിന്റെ പൂർണ്ണ ചുമതല വ്യോമസേനയ്ക്ക് കൈമാറുന്നു. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവ തകർത്തു കളഞ്ഞു. പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ പ്രധാന ആക്രമണമായിരുന്നു ഇത്. ആദ്യഘട്ടത്തിൽ റഫീഖി, സുക്കൂർ, റഹീം യാർ ഖാൻ, നൂർഖാൻ എന്നീ പാക് വ്യോമതാവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ശക്തമായ പ്രഹരം നടത്തിയത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ സർഗോധ, അതുപോലെ ഭോലാരി, ജേക്കബാബാദ് എന്നീ താവളങ്ങൾ തകർത്തു കളഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ 11 പാകിസ്ഥാൻ താവളങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ആവശ്യമായ അളവിൽ കൃത്യമായ പ്രഹരം ഏൽപ്പിച്ച് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിവുണ്ട് എന്നും അതിന് നിങ്ങളുടെ പക്കൽ മറുപടിയില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. റൺവേകൾ, ഹാങ്ങറുകൾ, പാർക്ക് ചെയ്തിരുന്ന വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ പാക് വ്യോമതാവളങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമണം മൂലം വലിയ നാശനഷ്ടം പാകിസ്ഥാനുണ്ടായി. 2025 മെയ് അവസാനം അസർബൈജാനിലെ ലാച്ചിനിൽ നടന്ന ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇക്കാര്യം സമ്മതിച്ചിരുന്നു. ഏകദേശം 1200 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള അതിർത്തി മേഖലയിൽ ശത്രുവിന്റെ 200 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഇന്ത്യ പ്രഹരമേൽപ്പിച്ചത്. ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഇന്ത്യ കാര്യങ്ങൾ നടത്തി. ഇന്ത്യയുടെ എല്ലാ ആയുധങ്ങളും കൃത്യമായ ലക്ഷ്യസ്ഥലങ്ങളിൽ തന്നെ പതിച്ചു. ഈ ആക്രമണങ്ങളുടെ പ്രധാന കരുത്ത് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളായിരുന്നു. ബ്രഹ്മോസിന് വളരെ ഉയർന്ന വേഗതയാണ് ഉള്ളത്. അതിനാൽ ഇത് തടയപ്പെടാനുള്ള സാധ്യത കുറവാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ആയുധമാണിത്. ഇന്ത്യൻ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം പാക് ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതായി ഡോക്യുമെന്ററി വെളിപ്പെടുത്തുന്നു. രാവിലെയോടെ പാക് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ അധികാരികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു.
പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ബന്ധപ്പെട്ടു. റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിളിച്ച് ആക്രമണം അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. എന്നാൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ മധ്യസ്ഥത അംഗീകരിക്കില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് സൈനിക ആശയവിനിമയത്തിനായിട്ടുള്ള ഔദ്യോഗിക ചാനൽ വഴി ഇന്ത്യൻ DGMOയെ നേരിട്ട് ബന്ധപ്പെടാമെന്ന് മാർക്കോ റൂബിയോയെ അറിയിച്ചു. പാകിസ്ഥാൻ DGMO തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായി രാവിലെ 9 മണിയോടെയാണ് ഇന്ത്യൻ DGMOയ്ക്ക് വിവരം ലഭിക്കുന്നത്. ഹോട്ട്ലൈനിൽ ചില സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിക്കാൻ 1 മണിക്കൂറോളം എടുത്തു. തുടർന്ന് പാക് DGMOയ്ക്ക് പറയാനുള്ളത് കേൾക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു. വൈകുന്നേരം 3:30 ഇരു ഉദ്യോഗസ്ഥരും സംസാരിക്കുകയാണ്. സാധാരണയായിട്ട് സംഭാഷണം ആവശ്യപ്പെട്ട ആളാണ് ആദ്യം സംസാരിക്കുക. അതിനാൽ പാകിസ്ഥാന്റെ DGMO മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളയാണ് സംസാരിച്ചു തുടങ്ങിയത്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആദ്യ സമയത്ത് തന്നെ വാചകത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയായിരുന്നു: സർ, ഞങ്ങൾക്ക് നേരെ ഇത്രയധികം ബ്രഹ്മോസ് മിസൈലുകൾ അയച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് തൃപ്തിയായി കാണും. ഇനി നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് പാക് DGMO പറഞ്ഞതായിട്ട് ഇന്ത്യയുടെ DGMO ഓർമ്മിച്ച് പറയുന്നുമുണ്ട് ഡോക്യുമെന്ററിയിൽ. കനത്ത നാശനഷ്ടം സംഭവിച്ചുവെന്നും ഇനി വെടിനിർത്തൽ വേണമെന്നും അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ അത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് ഡോക്യുമെന്ററിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൂണ്ടിക്കാണിച്ചു. ഒടുവിൽ മെയ് 10 വൈകുന്നേരം 5:30 ഇരുപക്ഷവും പോരാട്ടം അവസാനിപ്പിക്കാൻ ധാരണയായി. സംഘർഷം അവസാനിച്ചുവെങ്കിലും ഇന്ത്യ ലോകത്തിന് വ്യക്തമായ ഒരു സന്ദേശം നൽകിയതായിട്ട് അജിത് ഡോവൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ഉദാര മനസ്കതയോ സഹിഷ്ണുതയോ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. പ്രത്യാഘാതങ്ങൾ എന്തു തന്നെ ആയാലും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും ശക്തമായി പ്രതികരിക്കുവാനും പ്രഹരിക്കുവാനും ഇന്ത്യക്ക് കഴിയും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എന്താണ് നടന്നത് എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഡോക്യുമെന്ററിയാണ് ഡിസ്കവറി ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. സോ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ വ്യാജ വാർത്തകളെയും നരേറ്റീവിനെയും വിശ്വസിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ സൈന്യം സുസജ്ജമാണ്. എന്തിനേയും നേരിടാൻ ഇന്ത്യക്ക് യാതൊരു ഭയവുമില്ല. ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ ശക്തമാണ്. അതറിയാവുന്നത് കൊണ്ടാണ് നമ്മളെക്കാൾ സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന അയൽക്കാരായ ചൈന പോലും ഇന്ത്യയെ ചൊറിയാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്.